ഹലോ കൂട്ടുകാരെ, അതേ തൃശ്ശൂർ പുലിക്കളിയൊക്കെ കാണാൻ പോയി വന്നപ്പോൾ നേരം വൈകി. അതാണ് ഇന്നത്തെ പാർട്ട് വൈകിയത്. ഏതായാലും ഭയങ്കര ക്ഷീണമായി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, എന്നാലും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒക്കെ പോയി നടന്നൊക്കെ വന്നപ്പോൾ വയ്യാതെ. ഏതായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. എബി ചായൻ തൻ്റെ കണ്ണുകളെ മൂടിയ കൈകൾ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, ആഹാ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എൻ്റെ കൊച്ച്, മിടുക്കി. അവൻ കൈകൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഐ ആം എബിൻ, മെറിൻ്റെ ഫ്രണ്ടാണ്. മയൂരിന് നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, മയൂർനാഥ്. അവർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. കാറിൽ വരുമ്പോൾ അച്ചായനുമായി ചാറ്റിങ്ങിലായിരുന്നു അല്ലേ? തമ്പുരു മെറിൻ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. പിന്നെ എനിക്ക് ചാറ്റ് ചെയ്തുകൂടെ? എന്താ, ഇതൊക്കെ നിന്റെ ചേച്ചിക്ക് മാത്രമേ പറ്റൂ? മെറിൻ തിരിച്ചു മറുപടി കൊടുത്തു. ഫ്രണ്ടൊന്നുമല്ല, മെറിൻ ചേച്ചിയുടെ ഭാവി വരനാണ്, തമ്പുരു ഇടയിൽ കയറി പറഞ്ഞു. ആഹാ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക് യു. അല്ല ജാനി ടീച്ചറേ, ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്തേ? എബിൻ ജാനിയോടായി ചോദിച്ചു. എബിൻ ദുബായിൽ നിന്നും എന്നാ വന്നേ? ഇന്നലെ രാവിലെ വന്നു. പിന്നെ ഞാൻ വിശേഷങ്ങളെല്ലാം മെറിൻ പറഞ്ഞറിഞ്ഞു. സന്തോഷമായി ടീച്ചറേ. ഇനിയും നിങ്ങൾ രണ്ടിടത്ത് നിൽക്കാതെ ഒരുമിച്ച് ഒന്നു ചേർന്ന് ജീവിക്കാൻ നോക്ക്. അതല്ലേ ടീച്ചറെ സന്തോഷം? തെറ്റുകൾ പറ്റാത്ത മനുഷ്യരുണ്ടോ? എബിൻ ജാനിയോടായി പറഞ്ഞു. എബിയുടെ വാക്കുകൾ കേട്ടതും ജാനിയുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. പക്ഷേ അവൾ അത് മുഖത്ത് കാണിച്ചില്ല. എന്നാൽ നിങ്ങളുടെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് നടക്കട്ടെ. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ഞാൻ ഇപ്പോൾ മെറിനെ കൊണ്ടുപോയിട്ട് പിന്നീട് മാണിക്കശ്ശേരിയിൽ കൊണ്ടാക്കാം. വഴിയിൽ വെച്ച് ക്ഷണിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. ഇന്ന് ഹൽദിയാണ്. മെറിൻ്റെ കൂടെ എബിയും അതിൽ പങ്കെടുക്കണം, മയൂർ സന്തോഷത്തോടെ പറഞ്ഞു. ക്ഷണമൊക്കെ നേരത്തെ കിട്ടി മനു. 2 ആഴ്ച മുമ്പ് എന്നെ മയൂരി ഫോൺ ചെയ്ത് വിളിച്ചിരുന്നു. ഞാനും 3 ദിവസത്തെ കല്യാണത്തിന് മാണിക്കശ്ശേരിയിലുണ്ടാകും. ആഹാ, മയൂരി നേരത്തെ തന്നെ വിളിച്ചിരുന്നോ? എന്നാൽ അവളുടെ ഏട്ടൻ എന്ന നിലയ്ക്ക് ഞാനും ക്ഷണിക്കുന്നു. സന്തോഷം. എന്നാൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി, ഞങ്ങൾ മറ്റൊരു ഹോട്ടലിൽ പോയി കഴിക്കാം. എനിക്ക് ഈ വെജിറ്റേറിയൻ പണ്ടേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മെറിൻ്റെ കൈ പിടിച്ചു വലിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ? മയൂർ പറഞ്ഞു. വേണ്ട, അത് ശരിയാകില്ല. ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് നമ്മുടെ 2 പേരുടെയും പ്രൈവസിക്ക് നല്ലത്, എബിൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാ ചായ, മെറിൻ കൊഞ്ചാൻ തുടങ്ങി. ഓ, ഒരു 5 പൈസയുടെ വകതിരിവ് നീ ഇവൾക്ക് കൊടുത്തില്ലല്ലോ എൻ്റെ കർത്താവേ. ടീച്ചറാണത്രേ, പക്ഷേ വകതിരിവ് വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് തോളിലൂടെ കൈയിട്ട് അവനോടായി ചേർത്ത് നിർത്തി. അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്ന് യാത്ര പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നടന്നു. 2 അടി നടന്നതും അവൻ്റെ തല മാത്രം അല്പം തിരിച്ച് മയൂരിനെ നോക്കി ഒരു കണ്ണ് ഇറുക്കി കാണിച്ച് നടന്നുപോയി. മയൂരിൻ്റെ ചുണ്ടിലപ്പോൾ ഒരു കള്ള ചിരി വിരിഞ്ഞു. കള്ളി, ഇതൊക്കെ ആ മെറിൻ്റെ പ്ലാനായിരുന്നു. അവൾ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ശരിയാക്കി തരാടി നിന്നെ ഞാൻ. ഇതൊക്കെ ഇവരുടെ പ്ലാനാണെന്നാ തോന്നുന്നേ, ജാനി മനസ്സിൽ ചിന്തിച്ചു. പൂരി മസാലയാണ് അവർ കഴിച്ചത്. ഭക്ഷണശേഷം തമ്പുരു ഓടിച്ചെന്ന് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സീറ്റിൽ കയറി നീണ്ടു നിവർന്നു കിടന്നു. മയൂർ വന്ന് ഡ്രൈവിംഗ് സീറ്റിലും കയറിയിരുന്നു. ബാക്ക് സീറ്റിൽ കയറാൻ വന്ന ജാനി നീണ്ടു നിവർന്നു കിടക്കുന്ന തമ്പുരുവിനെ കണ്ട് അന്തിച്ചു നിന്നുപോയി. എടി തമ്പുരു, എണീറ്റിരുന്നേ, എനിക്ക് കയറിയിരിക്കണം. അതെ, വെളുപ്പിനെ പുറപ്പെട്ടതല്ലേ? ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു ചേച്ചി. ഞാൻ അല്പസമയം കിടന്നുറങ്ങട്ടെ. ചേച്ചി മുൻപിൽ പോയിരിക്കി, അവിടെ സ്ഥലമുണ്ടല്ലോ. തമ്പുരുവിൻ്റെ വാക്കുകൾ കേട്ടതും ജാനി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മയൂരിനെ നോക്കി. എന്നാൽ താൻ ആ നാട്ടുകാരനല്ല എന്ന മട്ടിൽ സ്റ്റീറിങ്ങിൽ പിടിച്ച് മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനപ്പോൾ. എടി, നീ ഇത്രയും സമയം മുൻപിലല്ലേ ഇരുന്നത്? ചെന്ന് മുൻപിലിരിക്കി. അതെ, ഇതെൻ്റെ അച്ഛൻ്റെ കാറാണ്. ഇതിൽ ഇരിക്കണോ കിടക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. ചേച്ചിക്ക് പറ്റുമെങ്കിൽ മുൻപിൽ പോയിരുന്നോ. എടി, നിന്നോടാ ഞാൻ പറഞ്ഞത്. നീ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട, ജാനി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു.
എന്നാൽ കണ്ണുകൾ ഇറുക്കിയടച്ച് ഉറങ്ങിയ പോലെ കിടന്നു തമ്പുരു. അപ്പോൾ നാശം, ഉറങ്ങിയ പോലുള്ള അവളുടെ അഭിനയം കണ്ടില്ലേ? നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമെടി, ജാനി ചിന്തിച്ചു. ഒരു നിവർത്തിയും ഇല്ലാതായപ്പോൾ ജാനി പതുക്കെ നടന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്ന് അതിൽ കയറി മുന്നോട്ട് നോക്കിയിരുന്നു. അവനെ നോക്കാൻ അവൾക്ക് എന്തോ ജാള്യത പോലെ തോന്നി. എന്താ ഭാര്യയെ, അപ്പോൾ പോവുകയല്ലേ? ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ടേക്ക്, വെറുതെ നിയമം തെറ്റിക്കണ്ട, അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതിന് ശേഷം സീറ്റ് ബെൽറ്റ് ശക്തിയിൽ വലിച്ചിട്ടു. മുൻപിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവൾ. അപ്പോൾ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിയിച്ചുകൊണ്ട് അവൻ മിററിലേക്ക് നോക്കി. കണ്ണുകൾ മുറുക്കിയടച്ച് കള്ളച്ചിരി ചിരിച്ചു കിടക്കുകയാണ് തമ്പുരു. അപ്പോൾ അവിടെ ഒരു പുഞ്ചിരിയോടെ ജാനിയെ നോക്കിക്കൊണ്ട് അവൻ കാറ് മുന്നോട്ടെടുത്തു. പോകുന്ന വഴിക്ക് അവർ പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചില്ല. ഒരു സ്ഥലത്ത് നിർത്തി ലഞ്ച് കഴിക്കുകയും മറ്റൊരു സ്ഥലത്ത് നിർത്തി അല്പസമയം പാർക്കിൽ ചിലവഴിക്കുകയും ചെയ്തു. ഏകദേശം 4 മണിയായപ്പോൾ അവർ മാണിക്യശ്ശേരിയിൽ എത്തിച്ചേർന്നു. ഇവരുടെ വരവും കാത്ത് പൂമുഖത്ത് എല്ലാ ബന്ധുക്കളും കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാറ് നിർത്തി ജാനി കാറിൽ നിന്നും ഇറങ്ങിയതും മുത്തശ്ശി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സന്തോഷായി കുട്ടിയെ, ഈ മുത്തശ്ശിയുടെ മനസ്സ് നിറഞ്ഞു. നിങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ കാണാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല, മുത്തശ്ശി കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീജിത്തും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ജാനിയെ കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ അങ്കിളെ കരയണേ? നിങ്ങളെ ഒരുമിച്ച് കണ്ട സന്തോഷം കൊണ്ടാണ് മോളെ. പിന്നെ ഞാൻ അങ്കിളല്ല, മുത്തച്ഛനാ. എന്നെ മുത്തച്ഛ എന്ന് വിളിക്കുമോളെ. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മുത്തച്ഛനാകാനുള്ള പ്രായമൊന്നും അങ്കിളിനില്ല, ഞാൻ അങ്കിളെ എന്നെ വിളിക്കൂ. ഈ മനുഷ്യന് ഇത് എന്തു പറ്റി? ജാനിയെ കൺദൃഷ്ടിയിൽ കാണാൻ പറ്റാത്ത മനുഷ്യനായിരുന്നല്ലോ. ഇപ്പോൾ എന്തിനാണ് ഇയാൾ കരയണത്? 2-3 ദിവസം മദ്യത്തിൽ കുളിച്ചപ്പോൾ ഇയാളുടെ തലയിലെ പിരി ലൂസായോ ദൈവമേ? ശ്രീജിത്തിനെ അടിമുടി നോക്കിക്കൊണ്ട് ഭവ്യ ചിന്തിച്ചു. കല അപ്പോഴേക്കും വിളക്കും ആരതിയുമായി വന്നു. എൻ്റെ മക്കളുടെ എല്ലാ കൺദോഷങ്ങളും മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആരതി ഒഴിഞ്ഞു. കല ജാനിക്ക് നേരെ വിളക്ക് നീട്ടിപ്പിടിച്ചു. ഇതെന്താണ് ഈ വീട്ടിലുള്ളവർക്ക് പറ്റിയത്? ഒരു കല്യാണം കൂടാൻ വന്ന എന്നെ ആരതിയും വിളക്കും തന്ന് ഈ തറവാട്ടിൽ കുടിയിരുത്താനാണോ ഇവരുടെ പ്ലാൻ? ഒരിക്കൽ ആരതിയും വിളക്കുമായി അകത്ത് കയറിയ എന്നെ ഇവർ ഇവിടെ ഇട്ട് കൊല്ലാകൊല ചെയ്തതാണ്, ജാനി ചിന്തിച്ചു. ഒരു നിമിഷം ചിന്തിച്ച ശേഷം അവൾ ആ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറി. എന്താ മോളെ? ചിന്തയിലാണ്ട് നിൽക്കുന്ന ജാനിയുടെ തോളിൽ തട്ടിക്കൊണ്ട് കല പറഞ്ഞു. ഒന്നുമില്ല അമ്മേ, മയൂരി എവിടെ? ഇന്ന് ഹൽദി അല്ലേ മോളെ? ബ്യൂട്ടീഷ്യന് മൊത്തം ഉച്ചയ്ക്ക് മുറിയിൽ കയറിയതാ മയൂരി മോള്. ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യമേ. നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, ഇപ്പോൾ പോയി കുളിച്ച് ഒന്ന് വിശ്രമിക്ക്. 7 മണി കഴിഞ്ഞിട്ടാണ് ഹൽദി തുടങ്ങുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം, കല സന്തോഷത്തോടെ പറഞ്ഞു. മാണിക്യശ്ശേരിയിലെ 2 ജോലിക്കാർ വന്ന് ജാനിയുടെയും തമ്പുരുവിൻ്റെയും ബാഗുകൾ എടുത്ത് മുകളിലേക്ക് നടന്നു. അവരെ ഇവർ അനുഗമിച്ചു. എന്നാൽ അവർ നേരെ പോയത് മയൂരിൻ്റെ മുറിയിലേക്കാണ്. ബാഗുകൾ അവിടെ വെച്ച് അവർ മുറി വിട്ടുപോയി. മയൂരിൻ്റെ ബെഡ്റൂം കണ്ടതും ജാനിയുടെ കാലുകൾ ചലിക്കാതെയായി. മുറിയിൽ കയറാൻ കഴിയാതെ അവൾ സ്തംഭിച്ച് അവിടെ നിന്നു. മയൂരിൻ്റെ റൂം കണ്ടതും തമ്പുരുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. എൻ്റെ ദൈവമേ, ഇത് റൂമോ അതോ കൊട്ടാരമോ? ഹിന്ദി സിനിമയിൽ മാത്രമേ ഞാൻ ഇത്ര വലിയ റൂം കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ ആ റൂം ചുറ്റി കാണുകയായിരുന്നു. തൻ്റെ മനസ്സും ശരീരവും പിച്ചി ചീന്തിയ മുറിയാണിത് എന്ന ചിന്തയിൽ ജാനിയുടെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി. ചേച്ചി ഇങ്ങ് വാ, എന്താ മുറിയിൽ കയറാത്തത്? വാ ചേച്ചി, എന്തു വലിയ മുറിയായത്? തമ്പുരുവിൻ്റെ വാക്കുകളാണ് ജാനിയെ ഓർമ്മയിൽ നിന്നും ഉണർത്തിയത്. വാ മോളെ, നമുക്ക് ഈ മുറിയിൽ കഴിയണ്ട, ഇത് നിന്റെ അച്ഛൻ്റെ റൂമാണ്, ജാനി ഭയത്തോടെ പറഞ്ഞു. ഹലോ കൂട്ടുകാരെ, ചെറിയ പാർട്ടാണ്. ഏതായാലും എല്ലാവരും കേട്ട് അഭിപ്രായം പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.